ഹായ് കൂട്ടുകാരെ, ഇന്നൊരു അവധി ദിവസമാണ്. അവധി ദിവസത്തെ സ്പെഷ്യൽ മെനു എന്ന് പറഞ്ഞാൽ 4-5 കൂട്ടം കറി കൂടി ഉള്ള ലഞ്ചാണ്. എൻ്റെ ഹസ്ബൻഡ് ട്രിവാൻഡ്രത്തിനാണ്. പുള്ളിക്കാരൻ്റെ വീട്ടിൽ എന്നുമുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ അവധി ദിവസത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്കെന്നും പറ്റില്ലാത്തതുകൊണ്ടാണ്. ഇന്ന് കുത്തരി ചോറ്, ചൂരമീൻ, മുരിങ്ങയ്ക്ക കറി, എലിശ്ശേരി, തോരൻ, ഇലത്തോരൻ, മീൻ വറുത്തത്, പിന്നെ ഇപ്പോൾ ട്രെൻഡിങ്ങായ വീഡിയോ ഇല്ലേ പപ്പടം ഒക്കെ ഉള്ളിയൊക്കെ വരട്ടി, അതും ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമേ. നമുക്ക് മീൻ കറി റെഡിയാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഇടുവാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടല്ലോ, പാട്ടാണ്. അത് എനിക്കൊരു വൈബ്സാണ്. കിച്ചണിൽ കയറുമ്പോൾ ജോലി ചെയ്യാൻ അതുണ്ടാകുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. എണ്ണ ചൂടായി, ഞാനകത്ത് അല്പം ഉലുവ ഇടുവാണ്. ഉലുവ ഒന്ന് കളറ് മാറുമ്പോഴേക്ക് നമുക്കതിനകത്തിൽ ഞാൻ 2 സ്പൂൺ മുഴുമല്ലി ഇല്ലേ, അത് ചേർക്കുവാണ്. പിന്നെ ഒരു വറ്റൽ മുളക് ചേർക്കും. ഇതൊന്ന് കളറ് മാറുമ്പോഴേക്ക് തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പിലയൊക്കെ ചേർക്കും. ഇത് ചേർത്ത് ഒന്ന് വാടി വരുന്നവരെ വാട്ടും. ഇത് വാടി വന്നു. ഇതിനകത്ത് അല്പം തേങ്ങ ചേർക്കും. മീൻ എത്ര ഉണ്ടോ അതനുസരിച്ച് തേങ്ങ ചേർത്താൽ മതി. തേങ്ങ മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പച്ച മാറി വരുന്നവരെ വാട്ടിയാൽ മതി. തേങ്ങ വാടിയിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. ഒരു വറ്റൽ മുളക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആദ്യം മുളക് പൊടി ഇടില്ല ഞാൻ, എരിവുള്ളത്. പിന്നെ മീൻ കറിയല്ലേ, കാശ്മീരി മുളക് പൊടി ചേർത്തിരിക്കുകയാണ്. ഇനി ഇത് ഒന്ന് വാട്ടുക, പച്ചമണം മാറുന്ന വരെ. ഇത് വാടി കഴിയുമ്പോഴേക്ക് മിക്സിയിൽ അരച്ചിട്ട് കൊണ്ടുവരാം. ഇതാ മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറ് കഴുകി വെള്ളവും കൂടെ ചേർക്കാം. അത് കഴിഞ്ഞ് മുരിങ്ങയ്ക്ക ചേർക്കുവാണ്. ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ ഇപ്പം തന്നെ ചേർക്കുവാണ്. പിന്നെ ഞങ്ങൾ കുടംപുളിയാണ് മീൻ കറിയിൽ ചേർക്കുന്നത്. ഒരു അരപ്പിട തിള വരുമ്പോഴേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനില്ലേ, ആ കഷ്ണം കൂടെ ഇതിനകത്തിൽ ചേർക്കാം. പിന്നെ ഈ സമയം മീൻ നമുക്ക് തവിയിട്ടിട്ട് ഇളക്കാം. ഇപ്പം മീൻ പച്ചയിരിക്കുന്നതുകൊണ്ട് പൊടിയുമില്ല. ഒരു തിള വരുമ്പോഴേക്ക് ആവശ്യത്തിന് കരിവേപ്പില ചേർക്കുക. മീൻ കറി റെഡിയായി. അല്പം പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോഴേക്ക് ട്രിവാൻഡ്രം സ്റ്റൈല് മീൻ കറി റെഡിയാണ്. നമുക്ക് എലിശ്ശേരി ഉണ്ടാക്കിയാലോ. മത്തങ്ങ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. മത്തങ്ങ വെന്തു. അതിനകത്തിലൊരു പച്ചമുളകും കീറിയിടുവാണ്. പിന്നെ വേവിച്ച് വെച്ച് പയർ ചേർക്കാം. ഇതിൽ അരപ്പായിട്ട് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. നന്നായിട്ട് അരിയില്ല, എന്നാലും ഒരുവിധം. ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ കടുക് വറുക്കണം. അല്പം വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് അതിനകത്തിൽ വറ്റൽ മുളക് ചേർക്കാം, കരിവേപ്പില, പിന്നെ ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ഇതൊന്ന് വാടി വരുമ്പോഴേക്ക്
ഞാൻ അതിനകത്ത് അല്പം തേങ്ങ ചിരകി വെച്ച് ചേർക്കും. അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കും. നല്ല ടേസ്റ്റാണ് എലിശ്ശേരിയിൽ. ചെയ്യുന്നുള്ളവർക്ക് അറിയായി കാണും, ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കും. ഇതങ്ങ് നമുക്ക് എലിശ്ശേരിയിൽ ചേർക്കാം. അങ്ങനെ മത്തങ്ങയും പയർ എലിശ്ശേരിയും റെഡി ആയിരിക്കുകയാണ്. നമുക്ക് മീൻ വറുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പിന്നെ മുളക് പൊടി, എരിവിടെ ആവശ്യമനുസരിച്ച് മുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി, പിന്നെ പെരുംജീരകമാണ് ചേർക്കുന്നത്. ട്രിവാൻഡ്രത്തിൽ അങ്ങനെ ചേർക്കാറുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ക്രഷ്ഡ് മുളക് ചേർക്കും. ഞാൻ അല്പം വെളുത്തുള്ളി ചതച്ച് ചേർക്കാറുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടും മീൻ വറുക്കുമ്പോഴേക്കും. പിന്നെ പച്ച വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, കരിവേപ്പിലയും മീനും അത് ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 hour കഴിഞ്ഞ് നമുക്ക് അതിന് ഫ്രൈ ചെയ്യാം. ഒരു തവ എടുക്കുക. തവയിൽ ഞാൻ പപ്പടം വറുത്ത എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഇതിൽ യൂസ് ചെയ്യാലോ, അല്ലെങ്കിൽ വേസ്റ്റായി പോകും. ചൂടാകുമ്പോഴേക്ക് പരുവ മീനാണ് ഇത്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു രീതിയിൽ ഇവിടുത്തെ ആൾക്കാർ പരുവയാണെന്ന് പറയുന്നത്. നല്ല ടേസ്റ്റുള്ള മീനാണ്. വറക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ്, കറി വയ്ക്കുമ്പോൾ പൊടിഞ്ഞു. എക്സ്ട്രാ മസാല മേളിയും കൂടെ ചേർക്കുക. അങ്ങനെ മീൻ ഫ്രൈ റെഡി ആയി. നമുക്ക് പപ്പടം വറുക്കാം. പപ്പടം ആദ്യം ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിലൊന്ന് കട്ടാക്കി എടുക്കാം. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കട്ടാക്കി കഴിഞ്ഞ് ചീൻചട്ടിയിൽ എണ്ണ വയ്ക്കുക. ചീൻചട്ടി ചൂടാകുമ്പോൾ എണ്ണ വയ്ക്കുക. എണ്ണ ചൂടാകുമ്പോൾ പപ്പടം വറുത്തെടുക്കുക. പപ്പടം വറുത്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഇട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്ക് ചെറുള്ളിയും കരിവേപ്പിലയും ചേർക്കുക. അത് ചേർത്ത് കഴിഞ്ഞ് ക്രഷ്ഡ് മുളകില്ലേ അത് ചേർക്കുക. ആവശ്യമുള്ള എരിവ് അനുസരിച്ച് ചേർക്കുക. ചേർത്ത് കഴിഞ്ഞ് വറുത്ത് വെച്ച പപ്പടം അതിനകത്ത് ചേർക്കുക. അങ്ങനെ പപ്പടം റെഡിയായിരിക്കുകയാണ്. അപ്പം നമുക്ക് ചോറ് വിളമ്പിയാലോ. ചൂട് ചോറ്, മത്തങ്ങയും പയറും ഇട്ട എലിശ്ശേരി, ഇലത്തോരൻ, പിന്നെ വറുത്ത മീൻ, പിന്നെ നമ്മളുടെ സ്പെഷ്യൽ പപ്പടം. പിന്നെ മീൻ കറി. പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളും കൂടെ കഴിക്കാൻ പോരെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പുതിയ ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടൂ.